വയനാട് മാനന്തവാടിയിൽ കർഷകന്റെ ജീവനെടുത്ത കാട്ടാനയെ മയക്കുവെടിവെച്ച് പിടികൂടാനുള്ള ദൗത്യം നീളും. ആനയെ മയക്കുവെടിവെച്ച് പിടികൂടാനുള്ള ഇന്നത്തെ ദൗത്യം അവസാനിപ്പിച്ചിരിക്കുകയാണ്. നാളെ പുലർച്ചെയോടെ ദൗത്യം പുനരാരംഭിക്കും എന്നാണ് വനംവകുപ്പ് വ്യക്തമാക്കുന്നത്. കാട്ടാന ആക്രമണത്തിൽ പ്രതിഷേധിച്ച് വയനാട്ടിൽ മറ്റന്നാൾ കർഷക സംഘടനകൾ ഹർത്താൽ പ്രഖ്യാപിച്ചു. കാണാം ഇന്നത്തെ ലീഡ് സ്റ്റോറി. സങ്കീർണ ദൗത്യത്തിന്റെ ആശങ്കയും പ്രതിഷേധവും. പുലർച്ചെ മുതൽ കാട്ടിൽ ആനയെ തെരഞ്ഞ വനംവകുപ്പിന്റെ പ്രത്യേക ദൗത്യസംഘം. ചേലൂർ മണ്ണുണ്ടി കോളനിക്ക് സമീപം കാട്ടിൽ ആന നിലയുറപ്പിച്ചതായി ആദ്യ വിവരം. പ്രദേശത്ത് തെരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. ഉച്ചയോടെ കാട്ടിക്കുളം ബാവലി വനപാതയിൽ ചെമ്പകപ്പാറയിൽ ആനയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞു. പിന്നാലെ 5 DFOമാരുടെ നേതൃത്വത്തിൽ സർവ്വസന്നാഹങ്ങളുമായി പ്രത്യേക ദൗത്യസംഘം കാട്ടിനുള്ളിലേക്ക്. പിന്നാലെ 4 കുങ്കിയാനകളും മയക്കുവെടി വിദഗ്ധരും സ്ഥലത്തെത്തി. ദൗത്യസംഘം ആനയ്ക്ക് സമീപമെത്തി. എന്നാൽ ആനയെ മയക്കുവെടി വെക്കാനുള്ള ശ്രമം ബലം കണ്ടില്ല. ആനയുടെ സഞ്ചാരവേഗവും കൊടുംകാടും തടസ്സമായി. വൈകിട്ടോടെ ഇന്നത്തെ തെരച്ചിൽ അവസാനിപ്പിച്ച് ദൗത്യസംഘം കാടിന് വെളിയിലേക്ക്. പിന്നാലെ നാട്ടുകാരുടെ പ്രതിഷേധം. ദൗത്യസംഘത്തെ നാട്ടുകാർ വനാതിർത്തിയിൽ തടഞ്ഞു. ഇവിടെ രാഷ്ട്രീയമൊന്നുമില്ല, ഇവിടെ നമ്മുടെ സഹോദരനാണ്, അത്രേ ഉള്ളൂ. ബാവലി വനപാതയിൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററെയും DFO അടക്കമുള്ള ഉദ്യോഗസ്ഥരെയും നാട്ടുകാർ വാഹനത്തിനുള്ളിൽ തടഞ്ഞു വെച്ചു. രാത്രി ആനയെ നിരീക്ഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ചതായും പുലർച്ചെ ദൗത്യം പുനരാരംഭിക്കുമെന്നും വനംവകുപ്പിന്റെ ഉറപ്പ്. പിന്നാലെ പ്രതിഷേധം അവസാനിപ്പിച്ചു. രാത്രി കൊലയാളി ആന നാഗർഹോള വന്യജീവി സങ്കേതത്തിലേക്ക് തിരികെ മടങ്ങാനും ജനവാസ മേഖലയിലേക്ക് എത്താനും സാധ്യതയുണ്ട്. 24 വയനാട്.